രാഹുൽ, പാലക്കാട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണ്? നമ്മൾക്കറിയാവുന്ന പോലെ പിഷാരടിയാണ്, രമേശ് പിഷാരടിയാണ് സ്ഥാനാർത്ഥി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അദ്ദേഹം എന്ത് ഭാവിച്ചാണ് ഫേസ്ബുക്ക് തുറന്നത്? എനിക്ക് തോന്നുന്നു കോൺഗ്രസിൽ നിന്ന് മാറ്റി പാലക്കാട് എന്ന് പറഞ്ഞപ്പോ തന്നെ ഞങ്ങളുടെ അണ്ണനെ പറയാനാണ് എന്ന് നമുക്ക് മനസ്സിലായി. രാഹുൽ മാങ്കൂട്ടം ടാർഗറ്റ് ഇല്ല. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടം ഒരു വിവാദപരമായിട്ടുള്ള പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നാട്ടിൽ എന്ത് വിഷയം ഉണ്ടായാലും, നാട്ടിലെ ഒരു സ്ത്രീക്കെതിരെ അതിക്രമം ഉണ്ടായാലും, ഒരു പുരുഷനെതിരെ അതിക്രമം ഉണ്ടായാലും, രാഷ്ട്രീയപരമായ ഒരു പ്രശ്നം ഉണ്ടായാലും ശബ്ദമുയർത്താൻ ഇനി ഇപ്പൊ കേരളത്തിൽ സമയമുള്ള ഒരാളേ ഉള്ളൂ, അത് രാഹുൽ മാങ്കൂട്ടം. അതെ, അത് കൃത്യമായിട്ട് നടത്തുന്നുണ്ടല്ലോ. അതെ. അപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വീട്ടിൽ പോയി അടയിരിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് പല ആളുകളും. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അദ്ദേഹം അത് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിന്റെ ചെറിയൊരു ഭാഗം മാത്രം ഞാൻ വായിക്കാം. എൻ്റെ കയ്യിലുള്ള തെളിവുകൾ പുറത്തുവിടാമെന്ന് പറയുമ്പോൾ തന്നെ എന്തിനാ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത്? അറ്റവും മുറിയുമല്ല, കോടതിയിൽ സമർപ്പിച്ചതും സമർപ്പിക്കാൻ പോകുന്നതുമായ എല്ലാ തെളിവും പുറത്തുവിടാൻ ഞാൻ തയ്യാർ. എന്താണ് സത്യമെന്ന് എല്ലാവരും അറിയട്ടെ. സത്യത്തെ ആരാണ് ഭയക്കുന്നത്? എനിക്ക് ഭയമില്ല. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റിന്റെ അവസാന ഭാഗത്ത് വരുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അദ്ദേഹം തെളിവുകൾ പുറത്തുവിടാൻ പോകുന്നു. അതായത് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടുള്ള പരാതിക്കാരുണ്ടല്ലോ, അവർക്കെതിരെയുള്ള തെളിവുകൾ രാഹുൽ മാങ്കൂട്ടം. വലിയ ഡയലോഗൊന്നുമില്ല, സിമ്പിളായിട്ട് പറയാം. ഒരു 5-6 മാസം കഴിയുമ്പോൾ എല്ലാവരും ഇതങ്ങ് മറക്കും. സ്വന്തമായിട്ട് ഓരോ പണി ഒപ്പിച്ച് വീണ്ടും പണി വാങ്ങിക്കാതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം ഈ തെളിവ് എന്ന് പറഞ്ഞ് പുറത്തുവിടാൻ നിൽക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇതുവരെ ഈ പറഞ്ഞ പരാതിക്കാരിയായ പെൺകുട്ടികളുടെ ഐഡന്റിറ്റി പല രീതിയിലും പല ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ട്. ഇവരെല്ലാം ഈ നാട്ടുകാർ എന്താണ് ചെയ്തിട്ടുള്ളത്? പല രീതിയിൽ സ്ലട്ട് ഷെയിം ചെയ്തിട്ടുണ്ട്. എന്തിന് നിങ്ങൾ പോയി എന്ന് ചോദിച്ചിട്ടുണ്ട്. 3 പരാതിക്കാരുടെയും അവസ്ഥ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഒരാൾക്ക് കുറച്ചുകൂടി വിസിബിലിറ്റി ഉണ്ടായിരുന്നു, കുറെ അധികം പേർ കണ്ടു, കുറച്ച് ഏരിയകളിൽ മാത്രം കുറച്ച് പേർ കണ്ടു. ഈ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വരുമ്പോൾ അതിനെ കീറി മുറിച്ച് പരിശോധിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ടാകും. പെൺകുട്ടിയുടെ പക്ഷത്ത് നിന്ന് നിൽക്കാനും ആൺകുട്ടിയുടെ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷത്ത് നിൽക്കാനും, എന്തിനവൾ പോയി, അവൾ ഇങ്ങനെ മെസ്സേജ് അയച്ചില്ലേ, അവൾ പ്രേമിച്ചത് കൊണ്ടല്ലേ അവൻ ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെ പലതരത്തിലുള്ള ന്യായീകരണങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു നേതാവ്, രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്ന നേതാവിന് അദ്ദേഹത്തിന് തിരിച്ചു വരണമെങ്കിൽ അദ്ദേഹത്തിന് അഗ്നിശുദ്ധി വരുത്തേണ്ടതുണ്ട്. അദ്ദേഹത്തിന് കാര്യങ്ങൾ ജനങ്ങളെ തെളിയിച്ച് കാണിക്കേണ്ടതുണ്ട്. അതായത് അദ്ദേഹത്തിന് എന്ത് തെളിയിക്കും? അല്ല, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് പീഡനമാണല്ലോ, അദ്ദേഹം ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹം പീഡിപ്പിച്ചു, ഇതാണ് അദ്ദേഹത്തിനെതിരെ എടുത്തുള്ള വകുപ്പുകൾ എന്ന് പറയുന്നത്. അദ്ദേഹം ആരെയും പീഡിപ്പിച്ചിട്ടില്ല എന്ന് ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ടാവും. സ്വാഭാവികമായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട തെളിവുകളായിരിക്കും. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് പാലക്കാട് നമ്മുടെ നരേന്ദ്രമോദി വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ബഹുത്തച്ച രീതിയിലുള്ള ഒരു സംഭാഷണം അല്ലെങ്കിൽ പ്രസംഗം കാച്ചിട്ടുണ്ട്. അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി, അതായത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ നൽകുന്ന സന്ദേശം ഇതാണ്: കോൺഗ്രസിന്റെ അടുത്തേക്ക് പോകുന്ന സ്ത്രീകളൊക്കെ സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ കോൺഗ്രസിനെ കളിയാക്കിക്കൊണ്ട് നരേന്ദ്രമോദി ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺഗ്രസിനെതിരെ അത് ഉന്നയിക്കാനുള്ള ഒരവകാശവും നരേന്ദ്രമോദിക്കില്ല എന്ന് തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു കേസ് വന്ന സാഹചര്യത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നു, പാർട്ടിയിൽ നിന്നും പിന്നീട് പുറത്താക്കുന്ന സാഹചര്യം. രാഹുൽ മാങ്കൂട്ടം പാർട്ടിയിലില്ല. അതിനുശേഷം പ്രാദേശിക നേതാക്കൾ, കൗൺസിലർമാർ പുറത്തു പോയിട്ടുണ്ട്. ഇപ്പോൾ അത് കോൺഗ്രസിന്റെ മേന്മ എന്നല്ല, എല്ലാ പാർട്ടിക്കാരും പാലിക്കേണ്ട ഒരു സാമാന്യ മര്യാദ മാത്രമാണ്. BJP ആയിക്കോട്ടെ, LDF, UDF, നിങ്ങൾ ആരോ സർക്കാർ രൂപീകരിച്ചോ, കേന്ദ്രത്തിലോ സംസ്ഥാനത്തോ സർക്കാർ രൂപീകരിച്ചോളൂ. പക്ഷെ നിങ്ങൾക്ക് കൃത്യമായി സ്ത്രീ സുരക്ഷയുടെ അർത്ഥം മനസ്സിലാക്കാതെ, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഉദ്ദേശമില്ലാതെ ഞങ്ങൾ സ്ത്രീ സുരക്ഷയാണ് ഉയർത്തിപ്പിടിക്കുന്നതെന്ന് പറയരുത്. രാഹുൽ മാങ്കൂട്ടം ഒരു പോസ്റ്റ് ഇട്ടുണ്ട്. ആ പോസ്റ്റിന്റെ ചെറിയൊരു ഭാഗം ഞാൻ വായിക്കാം. അദ്ദേഹം കൃത്യമായിട്ട് എല്ലാ പോസ്റ്റുകളിലും ഇടുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യമാണ്. ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്ത് യശസ് വാനോളം ഉയർത്തിയ വിനേഷ് ഫോഗട്ടും സാക്ഷി മാലിക്കും ബജ്രംഗ് പുനിയും അവർക്ക് നേരിടേണ്ടി വന്ന അതിക്രമത്തെ പറ്റി ഉന്നയിച്ചപ്പോൾ ഈ രാജ്യം തലകുനിച്ചു നിന്ന് നാളുകൾ അങ്ങ് മറന്നാലും ഇന്ത്യ മറക്കില്ല എന്നുള്ളൊരു പോസ്റ്റാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കർണാടകയിലെ അങ്ങയുടെ വിശ്വസ്തൻ യെദ്യൂരപ്പയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചത് താങ്കളല്ലേ, എന്നിട്ട് മതി ഇത് പറയാൻ
നാണമില്ലേ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് പോസ്റ്റ് ഉണ്ട്. പക്ഷെ അതിന്റെ അവസാന ഭാഗത്തുള്ള ചില വരികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആ വരികൾ വായിച്ചു കഴിഞ്ഞാല് രാഹുൽ ഈ പരിപാടി തുടരണം, കഴിവുണ്ട്. അതെ, ഇതൊക്കെ പറയാൻ ദേശീയ മാധ്യമങ്ങൾക്കും ചില മലയാള മാധ്യമങ്ങളും പേടിയാണ്. അതായത് അദ്ദേഹം ഉന്നയിച്ചത് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ബി ജെ പിയുമായി ചേർന്ന് നിന്ന കേന്ദ്രമന്ത്രിമാരായിരുന്ന അല്ലെങ്കിൽ കൂടെ നിന്ന പലർക്കുമെതിരെ പല ഗുരുതരമായ ലൈംഗിക അതിക്രമ പരാതികൾ വന്നിട്ടുണ്ട്. അന്നെല്ലാം മോദി വളരെ മൗനം പാലിച്ചിട്ട് കേരളത്തിൽ ഇങ്ങനെ പാലക്കാട് വന്ന് ഇവിടെ സ്ത്രീ സുരക്ഷയില്ല എന്ന് പറയുമ്പോൾ താങ്കൾക്ക് നാണമില്ലേ എന്നാണ് രാഹുൽ. അത് തന്നെയാണ്. അപ്പോൾ ഞാൻ അത് മൊത്തത്തിൽ വായിക്കാനൊന്നും ഉദ്ദേശിക്കില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട അവസാനത്തെ ലൈൻ പറയാം. എനിക്ക് പേടി നെഹി എന്ന് പറഞ്ഞാൽ നെഹി, മോദി ആദ്യം ആപ്കാ കണ്ണിലെ തൂമ്പ എടുത്തു ഹോ, പിന്നെ മേരാ കണ്ണിലുണ്ട് എന്ന് ആരോപിക്കുന്ന കരടെടുക്കു ഹോ. അതെ, അപ്പോ അതായത് ആദ്യം നിങ്ങളുടെ കണ്ണിലുള്ള തൂമ്പ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് മതി എന്റെ കണ്ണിൽ ഉണ്ടാക്കാൻ വരുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസാരം എന്ന് തന്നെ നമുക്ക് പറയാം. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് വന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിമർശിക്കുക എന്ന് പറയുമ്പോൾ പാൻ ഇന്ത്യനായി കഴിയും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ നാളത്തെ ദേശീയ മാധ്യമങ്ങളുടെ എല്ലാം തലക്കെട്ട് അത്തരത്തിലുള്ളൊരു വാർത്തയായിരിക്കാം. ഈ പറഞ്ഞ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാനുള്ള യോഗ്യതയില്ല. ഈവൻ LDF പോലും അത്തരത്തിൽ ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല. മുകേഷിന് എതിരെ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായിരുന്നു. എന്ത് നിലപാടാണ് എടുത്തത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. എവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? എങ്ങുമില്ല. അപ്പോൾ LDFനെതിരെ ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള എത്ര ആരോപണങ്ങളാണ് നിലനിൽക്കുന്നത്. ആരോപണ വിധേയരായിട്ടുള്ള എത്ര പേരായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്? ഗണേഷ് കുമാർ, അവസാനം വന്നിട്ടുള്ള ഗണേഷ് കുമാറിന്റെ വിഷയത്തിൽ മുഖ്യമന്ത്രി എന്ത് ആക്ഷനാണ് എടുത്തത്? ഭാര്യ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചു പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? തിരുവനന്തപുരത്ത് ഇപ്പോൾ വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്ന IPS കാരിയിട്ടുള്ള ശ്രീലേഖ IPS പറയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ ബന്ധുക്കളാണ്. ആദ്യമേ അവരെയാണ് വിളിക്കുന്നത്. അവർ പറയുന്നത് പോലീസിൽ വിളിക്കൂ, മുഖ്യമന്ത്രിയെ അറിയിക്കാൻ പറയുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചറിയിക്കുന്നു. എന്നിട്ട് ഗണേഷ് കുമാറിനെതിരെ എന്താണ് ചെയ്തത്? ഗണേഷ് കുമാറിനെതിരെ അടുത്ത ദിവസം അതിൽ ഒരു എക്സ്പ്ലനേഷനുമായി ഭാര്യ എടുത്ത് വീണ്ടും പോയി സോറി പറഞ്ഞ് അതിനെ അനുനയിപ്പിച്ച് ഒരു കുടുംബ പ്രശ്നം മാത്രമാക്കി അതിനെ മാറ്റുന്നത് വരെ വെറുതെ നോക്കി നിന്നൊരു സർക്കാരാണ് ഇവിടെ. ഭാര്യ കൃത്യമായിട്ട് വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നുണ്ട്. എപ്പോഴാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 5000 പ്രണയമുണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിൽ, അതേപോലെ തന്നെ ഇത് പറഞ്ഞ ആൾക്ക്, പോലീസിൽ വിളിച്ച ആൾക്ക് ഭ്രാന്താണ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗണേഷ് കുമാറിന്റെ ഭാര്യ മാധ്യമങ്ങളെ കണ്ട് പറയുന്നത് എനിക്ക് ഭ്രാന്തില്ല, 5000 കാമുകിമാർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കിത് പറയേണ്ടി വന്നത്. ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിനെ കാണുന്നത് കിടപ്പുമുറിയിൽ അദ്ദേഹത്തിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ മറ്റൊരു സ്ത്രീയുമായിട്ട് കണ്ടു. ഇതാണ് അവർ പറയുന്നത്. കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു എന്ന് പറയുമ്പോഴും അവിടെയും പത്തനാപുരത്ത് ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ വാളകത്ത് ഇതറിയാവുന്ന കുറെ ആളുകളുണ്ട്. അവർ ചർച്ച ചെയ്യുന്ന മറ്റു കുറെ വിഷയങ്ങളുണ്ട്. ആരായിരുന്നു ആ സ്ത്രീ എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അതെ, അത് പുറത്തു പറയാൻ തക്ക വിധത്തിൽ അതിനുള്ള തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ് അതൊരു നമുക്കറിയാവുന്ന വാമൊഴിയായിട്ട് ഇങ്ങനെ ഓരോ ആളുകളും പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന്റെ തെളിവുകൾ എവിടെയെന്ന് ചോദിച്ചാൽ ഒരു മാധ്യമത്തിന്റെ മുന്നിൽ വന്നിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവുകൾ എവിടെയെന്ന് ചോദിക്കും. നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ തെളിവുകളില്ല. പക്ഷേ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഗണേഷ് കുമാറിനെതിരെ ഇതെല്ലാം ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇപ്പോഴും ഗണേഷ് കുമാർ? ഒരു കാര്യമുണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കുറേയധികം സംസാരിച്ചിട്ടുണ്ട് ഞാൻ. രാഹുൽ തെറ്റുകാരനാണെന്ന് കുറേയധികം വാദിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ തന്നെ പറയുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ രാഹുലിനെ സെലക്റ്റീവായി ആക്രമിക്കാൻ വലിയ രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. രാഹുലിനെ മാത്രം ആക്രമിക്കാൻ ശ്രമിച്ച ഒരു വലിയ പറ്റം ആൾക്കാരും അതിനെ രാഷ്ട്രീയമായി മുതലെടുത്ത കുറേയധികം ആൾക്കാരുമുണ്ട്. അതൊരിക്കലും നമുക്ക് തള്ളിക്കളയാനാവില്ല. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, വികസനം ചർച്ച ചെയ്യേണ്ട സമയത്ത്, ഇതുവരെ എന്തായിരുന്നു സംഭവിച്ചിരുന്നത് എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യേണ്ട സമയത്ത്, ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം സംസാരിക്കേണ്ട സമയത്ത് ഇവിടെ എന്താണ് ചെയ്തത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനം. ഇത് അടുത്ത സ്ക്രീൻഷോട്ട്, ഇത് വലിയ സ്ക്രീൻഷോട്ട്. ആ സ്ക്രീൻഷോട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും തോന്നത്തില്ല. അതാണ് അതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്. ആ സ്ക്രീൻഷോട്ടിനകത്ത് ഒന്നുമില്ല എന്നുള്ളതൊരു വേറൊരു കാര്യമാണ്. പക്ഷെ അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആയിരിക്കാം. എനിക്ക് തോന്നിയിരുന്നു അല്ല, അതിനപ്പുറത്തേക്ക് അതായത് അതിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ച അതിനെയാണ് ഞാൻ പറഞ്ഞത്. അതായത് എന്തോ വലിയൊരു ബോംബാണ് എന്ന് ആ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന രീതിയിൽ പ്രചരിക്കുന്ന ഇതിനകത്ത് സ്വാഭാവികമായിട്ടും ഇഷ്ടമുള്ള 2 പേർ അല്ലെങ്കിൽ അത്തരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുള്ള 2 പേർ സംസാരിക്കുന്ന രീതിയിലുള്ള സംസാര ശൈലി മാത്രമാണ് അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
കാണാൻ കഴിയുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവും ആ സ്ത്രീകളുമായിട്ടുള്ള സ്ക്രീൻഷോട്ട് അതെന്തോ ബോംബ് പോലെ ഇവിടുത്തെ മാധ്യമങ്ങൾ അവതരിപ്പിക്കാൻ നമ്മൾ കണ്ടാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ നരേന്ദ്രമോദി രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്ഷേപിക്കുന്നതും അതിൽ നിന്നും കോൺഗ്രസിലേക്ക് വരുന്നതും കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോഴുമാണ് കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസ് അതിന് കൃത്യമായിട്ടുള്ള നിലപാട് പറയേണ്ടതുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇത്രയും രാഷ്ട്രീയ കാലത്തിന്റെ ഇടയ്ക്ക് ഇപ്പൊ തന്നെ അവസാനമായിട്ട് നമ്മൾ കണ്ടതാണ് യു പ്രതിഭയുടെ കാര്യത്തിൽ. യു പ്രതിഭയെ ആക്ഷേപിക്കുന്ന രീതിയിൽ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് പെരുമാറുന്ന സമയത്ത് ആ നേതാവിനെ പുറത്താക്കി എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഒന്നും നോക്കിയില്ല. മുസ്ലിം ലീഗിന്റെ ഒരു രാഷ്ട്രീയ നന്മ വേണമെങ്കിൽ നമുക്കത് കണക്കാക്കാം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് എന്ന് നമുക്ക് പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ ആ നിലപാട് പറഞ്ഞ് അദ്ദേഹം ക്ഷമ പറഞ്ഞ് എന്നിട്ടും അദ്ദേഹത്തിനെ ആ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ രീതിയിലാണ് UDF ആണെങ്കിൽ പോലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ത്രീപക്ഷ നിലപാടുകൾ എടുക്കുന്നവർ കൃത്യമായിട്ട് അവരുടെ നിലപാടുകൾ എന്താണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ആണെങ്കിൽ പോലും ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്.